ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ച കമ്മിറ്റി റിലേറ്റഡ് ആയിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയി ആ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ചോദിച്ച ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്ന മറ്റ് രണ്ട് കമ്മിറ്റിയെ കുറിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. വരുന്ന CSEB, PSC എക്സാംസിന് ആവർത്തിക്കാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ക്ലാസ്സും അതിലെ നോട്ട്സും വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണെന്ന്. അങ്ങനെ എഫേർട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടാനാണ്. അതുകൊണ്ട് ഇതിന്റെ റിക്വസ്റ്റ് ആണ്, ചാനൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഫ്രണ്ട്സിന് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിഖേ പട്ടേൽ കമ്മിറ്റിയെ കുറിച്ചാണ്. ഇറ്റ് വാസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2001. വിഖേ പട്ടേൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യ ഗവൺമെന്റ് ആണ്, 2001-ലാണ്. ഏത് വർഷമാണ് വിഖേ പട്ടേൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് എന്നുള്ളതായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓർത്ത് വയ്ക്കുക, 2001 ആണ്. നമുക്ക് ചിലർക്കെങ്കിലും ചിലപ്പോൾ വർഷങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാൻ പാടുള്ളവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. പട്ടേലിന്റെ ലാസ്റ്റ് ലെറ്റർ L ആണല്ലോ. ആ L-ഉം 2001 ലാസ്റ്റ് 1 അപ്പൊ L നമ്മൾ 1 ആണെന്ന് വിചാരിച്ചാൽ 2001 നമുക്കൊരിക്കലും മറന്നുപോവില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജോയിന്റ് കമ്മിറ്റി ഓൺ റീവൈറ്റലൈസേഷൻ സപ്പോർട്ട് ടു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഈ വിഖേ പട്ടേൽ കമ്മിറ്റി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ജോയിന്റ് കമ്മിറ്റി ഓൺ റീവൈറ്റലൈസേഷൻ സപ്പോർട്ട് ടു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഓർത്തു വയ്ക്കുക. ദ ഫോക്കസ് ഓഫ് ദീസ് കമ്മിറ്റീസ് വാസ് ടുവേർഡ്സ്. ഈ കമ്മിറ്റി ഏതൊക്കെ മേഖലകളിലാണ് റെക്കമെൻഡേഷൻ നടത്തിയത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, റീസ്റ്റോറിംഗ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ഇൻ ദ സൊസൈറ്റീസ് ബൈ ഹോൾഡിംഗ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് റെഗുലേറ്ററി. സൊസൈറ്റികളിൽ ഫ്രീ ആയും ഫെയർ ആയും എലക്ഷൻസ് നടത്തി ജനാധിപത്യം ഉറപ്പാക്കുക എന്നതായിരുന്നു കമ്മിറ്റി പറഞ്ഞ ആദ്യ പോയിന്റ്. അതായത് പല സൊസൈറ്റികളിലും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കൂടുതലായി കാണാം. അപ്പൊ അത് കുറച്ച് ജനാധിപത്യം ഉറപ്പാക്കുക എന്നതായിരുന്നു കമ്മിറ്റീസ് ഫോക്കസ് ചെയ്ത ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, റെഡ്യൂസിംഗ് ദ സ്കോപ്പ് ഫോർ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഇൻ ദെയർ മാനേജ്മെന്റ്. സൊസൈറ്റികളുടെ മാനേജ്മെന്റിൽ, അതായത് ബോർഡിൽ ഗവൺമെന്റ് നോമിനീസിനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഈ ഗവൺമെന്റ് നോമിനീസിലൂടെയാണ് ഗവൺമെന്റ് സൊസൈറ്റീസിന്റെ മാനേജ്മെന്റിൽ ഇടപെടുന്നത്. അപ്പൊ അത് കുറയ്ക്കണമെന്നതായിരുന്നു ഈ കമ്മിറ്റി പറഞ്ഞത്. തേർഡ് വൺ, ഇംപ്രൂവിംഗ് ദി പ്രൊഫഷണൽ എബിലിറ്റി ഓഫ് ദി സ്റ്റാഫ്. സ്റ്റാഫിന്റെ പ്രൊഫഷണൽ എബിലിറ്റി കൂട്ടുക. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്റ്റാഫിന്റെ പ്രൊഫഷണൽ എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യണമെന്നതായിരുന്നു കമ്മിറ്റി അടുത്തതായി മെൻഷൻ ചെയ്തത്. റെക്കമെൻഡേഷനിലൂടെയൊക്കെ സൊസൈറ്റീസിൽ കയറുന്നവർക്ക് പലപ്പോഴും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ എബിലിറ്റീസോ കാണില്ല. അപ്പൊ അതായിരുന്നു കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട പോയിന്റ്. നെക്സ്റ്റ്, ക്രിയേറ്റിംഗ് എ ക്ലൈമറ്റ് ഫോർ ദ പ്രൂഡന്റ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് റിക്കവറി ഓഫ് ഡ്യൂസ്. സൊസൈറ്റികളുടെ റിസോഴ്സസും അസറ്റ്സും ഒക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൊസൈറ്റികളിൽ ഒരുക്കുക. കൂടാതെ സൊസൈറ്റികളുടെ കിട്ടാക്കടമൊക്കെ റിക്കവർ ചെയ്യാനുള്ള നടപടികൾ എടുക്കുക. ഇതും ചൂണ്ടിക്കാണിച്ചത് വിഖേ പട്ടേൽ കമ്മിറ്റിയാണ്. ലാസ്റ്റ് വൺ, ഇൻക്രീസിംഗ് ദി സർവീസ് ഏരിയ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ്സ് ടു മേക്ക് ദം വയബിൾ. പ്രൈമറി കോപ്പറേറ്റീവ്സ് ആയ പാക്സ്, പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, FSS, ഫാമർ സർവീസ് സൊസൈറ്റി ഇനിയും ഉണ്ടല്ലോ. അപ്പൊ ഇതുപോലെയുള്ള പ്രൈമറി സൊസൈറ്റീസിന്റെ ഒക്കെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൂട്ടി അവരെ പ്രോഫിറ്റബിൾ ആക്കുക, അല്ലെങ്കിൽ അവരെ വയബിൾ ആക്കുക, വയബിലിറ്റി കൂട്ടുക. അപ്പൊ ഇത്രയുമായിരുന്നു വിഖേ പട്ടേൽ കമ്മിറ്റി ഫോക്കസ് ചെയ്ത മെയിൻ പോയിന്റ്സ്. ഫസ്റ്റ് വൺ, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് കൊണ്ടുവരിക. സെക്കൻഡ്, ഗവൺമെന്റ് ഇന്റർഫിയറൻസ് കുറയ്ക്കുക. തേർഡ് വൺ, പ്രൊഫഷണൽ എബിലിറ്റി സ്റ്റാഫിന് കൊടുക്കുക, ഇംപ്രൂവ് ചെയ്യുക. ഫോർത്ത് വൺ, റിസോഴ്സസ്, സൊസൈറ്റീസിന്റെ റിസോഴ്സസ് മാനേജ് ചെയ്യുക, റിക്കവറി ഓഫ് ഡ്യൂസ് നടത്തുക. ലാസ്റ്റ് വൺ,
increasing the service area of primary cooperatives. Primary cooperatives സർവീസ് ഏരിയ കൂട്ടി അവരെ വയബിൾ ആക്കുക. ഇത്രയുമായിരുന്നു അവർ ഫോക്കസ് ചെയ്ത മെയിൻ പോയിന്റ്സ്. Recommendations of these committees were not implemented with enthusiasm. ഇത്രയുമൊക്കെ വിഖേ പട്ടേൽ കമ്മിറ്റി 2001 അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി പറഞ്ഞുവെങ്കിലും ഇവരുടെ റെക്കമെൻഡേഷൻസ് ഒന്നും തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഗവൺമെന്റ് വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല, ഇംപ്ലിമെന്റ് ചെയ്യാനും തയ്യാറായില്ല. അപ്പൊ ഇത്രയുമാണ് വിഖേ പട്ടേൽ കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഹൈ പവേർഡ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ്സ്, HPC. High Powered Committee on Cooperatives was constituted by Government of India, Ministry of Agriculture. Government of Indiaയുടെ കാർഷിക മന്ത്രാലയം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് HPCയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിയമിച്ചത്. ചെയർമാൻ വാസ് ശിവാജി റാവു ജി പട്ടീൽ. ഹൈ പവേർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ശിവാജി റാവു ജി പട്ടീൽ ആയിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ JCAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കുക, ശിവാജി റാവു ജി പട്ടേൽ. ചിലർക്കെങ്കിലും കമ്മിറ്റിയും ചെയർമാനും വർഷമൊക്കെ മാറിപ്പോവാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഹൈ പവർ ഉള്ള ആളാണ് ശിവാജി എന്ന രാജാവ് എന്ന് ഓർത്തിരുന്നാലും നമുക്ക് അതൊരിക്കലും മാറിപ്പോവാൻ സാധ്യതയില്ല. അപ്പൊ നെക്സ്റ്റ്, പർപ്പസ് ഓഫ് ഹൈ പവേർഡ് കമ്മിറ്റി. ഹൈ പവേർഡ് കമ്മിറ്റിയുടെ പർപ്പസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ടു റിവ്യൂ ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദി കോപ്പറേറ്റീവ്സ് ഡ്യൂറിംഗ് ദി ലാസ്റ്റ് 100 years. നമുക്കറിയാം 1904 ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് തുടങ്ങിയത്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്ന ആദ്യ നിയമത്തിലൂടെയായിരുന്നു തുടക്കം. 2004 ആയപ്പോഴേക്കും 100 വർഷങ്ങൾ പിന്നിട്ടു. ഈ കഴിഞ്ഞ 100 വർഷങ്ങളിൽ നേടിയെടുത്ത കോപ്പറേറ്റീവ് സെക്ടറിന്റെ നേട്ടങ്ങളെ കുറിച്ച് പഠിക്കാനായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഹൈ പവേർഡ് കമ്മിറ്റിയെ നിയമിച്ചത്. സെക്കൻഡ് വൺ, ടു ഐഡന്റിഫൈ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് സെക്ടർ ആൻഡ് ടു സജസ്റ്റ് മെഷേഴ്സ് to keep pace with the changing socio-economic environment. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകൾക്കനുസരിച്ച് കോപ്പറേറ്റീവ് സെക്ടറിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനും കോപ്പറേറ്റീവ് സെക്ടർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുമായിരുന്നു ഈ കമ്മിറ്റിയെ ഗവൺമെന്റ് നിയമിച്ചത്. തേർഡ് വൺ, ടു സജസ്റ്റ് ആൻ അപ്രോപ്രിയേറ്റ് പോളിസി ആൻഡ് ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ആൻഡ് ചേഞ്ചസ് റിക്വയർഡ് ഇൻ ദ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള കോപ്പറേറ്റീവ് നിയമങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള മാർഗരേഖ തയ്യാറാക്കാനായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കമ്മിറ്റിയെ നിയമിച്ചത്. ലാസ്റ്റ് വൺ, അമെൻഡ്മെന്റ്സ് ടു ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. അപ്പൊ നിലവിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മൾട്ടി സ്റ്റേറ്റ് ആക്ട് 2002 ആക്ടിന് ചേഞ്ചസ് വരുത്തുക, അമെൻഡ്മെന്റ്സ് കൊണ്ടുവരിക എന്നതും ഈ കമ്മിറ്റിയുടെ ഉദ്ദേശമായിരുന്നു. അപ്പൊ ഇത്രയുമാണ് ഈ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് HPCയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ശിവാജി റാവു ജി പട്ടീലായിരുന്നു ചെയർമാൻ. പിന്നെ ഈ 4 പോയിന്റ്സ്, പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഹൈ പവേർഡ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയുമാണ് ഹൈ പവേർഡ് കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. അഞ്ജലി എന്ന വ്യൂവറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കഴിഞ്ഞ JCAക്ക് ചോദിച്ച ഈ 3 കമ്മിറ്റീസ്, കഴിഞ്ഞ ക്ലാസ്സിൽ 1 പറഞ്ഞു, ഇന്ന് 2 പറഞ്ഞു, ഈ 3 കമ്മിറ്റീസ് ഉൾപ്പെടുത്തിയത്. നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീറ്റ് യു നെക്സ്റ്റ് ക്ലാസ് വിത്ത് മോർ ടോപ്പിക്സ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.